രാഹുലിൻ്റെ തിരിച്ചുവരവിനായി ആവേശത്തോടെ ജനങ്ങൾ. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. വ്യാജ ബലാത്സംഗ കേസുകളിൽ പെടുത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുവാനുള്ള എല്ലാ ശ്രമങ്ങളും പാളിയത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. രാഹുലിനെ വേട്ടയാടിയ പിണറായിക്ക് ജനങ്ങൾ 8ന്റെ പണി കൊടുത്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവന്മാർ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും തീർച്ച. അടുത്തത് തേൻകണിയാശാൻ കേക്കച്ചനാണ്. UDF വിജയിക്കുമ്പോൾ കേക്കച്ചൻ പറവൂരിലും കിങ്ങിണിക്കുട്ടനും പെണ്ണിത്താനും നിൽക്കുന്നിടങ്ങളിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ തോൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 250യുടെ 64ാം ദിനമായ ഇന്ന് i2i ന്യൂസിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കേൾക്കുക. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞാൻ നിങ്ങളുടെ ഷോകൾ കാണാറുണ്ട്. അതിനും എനിക്ക് വളരെ നിങ്ങളോട് യോജിപ്പുണ്ട്. പറയുന്നതിലൊക്കെ കുറേ വാസ്തവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ രാഹുൽ ഈശ്വരൻ്റെയോ ഡൽഹിയിലെ ആ സ്ത്രീ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്, അതൊക്കെ വളരെ വാസ്തവമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതിനകത്തൊരു പ്രത്യേക കാര്യം ചിന്തിക്കാനുണ്ട്. നമ്മുടെ ഈ സതീശനും പിന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഈ ഉണ്ണിത്താനും ഒക്കെ അവരൊരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അവരുടെ ഉള്ളിൽ RSS എന്നൊരു കാര്യം കിടപ്പുണ്ട്, പുറത്തോട്ട് പറയുന്നില്ലെങ്കിലും. അതിൽ ഇവർക്ക് ശരിയാണ്, രാഹുലും അതിൽ പെട്ടയാളാണെങ്കിലും ഇവർക്ക് തകർക്കാൻ ആഗ്രഹിക്കുന്ന വേറെ ആരെയല്ല, അത് ഷാഫിയെയാണ്. ഇവർക്ക് ഭയം ഷാഫിയെയാണ്. രാഹുൽ നേരെ മുഖത്ത് നോക്കി ഇവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. കാരണം പിണറായിയെ താനെന്നുവരെയൊക്കെ വിളിച്ച രാഹുൽ സതീശനോടൊന്ന് സംസാരിക്കാൻ മടിക്കുകയല്ല. അതിൻ്റെ പേരിൽ ഷാഫിയുടെ പുറകെ നേരെ ചെന്നാൽ അത് വലിയ വിഷയമായി വരും. എന്നാൽ ജനം ഇന്ന് ഷാഫി മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ആളുണ്ട്. അതിനകത്ത് അത് സാധ്യതയുണ്ട്. കാരണം നായന്മാർ കേരളത്തിൽ വളരെ ചുരുങ്ങിയൊരു പോപ്പുലേഷനാണ്. അവരോടൊപ്പം അത് 3 ഗ്രൂപ്പായിട്ടാണ് കിടക്കുന്നത്. എന്നാൽ സെമിറ്റിക് വിഭാഗം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏകദൈവത്തെ ആരാധിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ. അതിനകത്ത് മുസ്ലിം വിഭാഗം വലിയൊരു സംഖ്യയാണ്. ഷാഫിയെ പോലൊരാൾ മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് വന്നാൽ അതിനെ കണ്ണു അടച്ചുകൊണ്ട് മുസ്ലിം വിഭാഗങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. അതിന് CPM-ലുള്ളവരോ CPI-യിലുള്ളവർ പോലും വോട്ട് ചെയ്തിരിക്കും, ഒരു കുറേ പേരെങ്കിലും. അതിൽ ഇവർ ഭയങ്കര ഭയപ്പെടുന്നവരാണ്. അപ്പോൾ ഷാഫിയെ നേരിട്ട് വെട്ടാൻ മേലാതെ രാഹുലിനെ പുറന്തള്ളി ഷാഫിയെ പാലക്കാട്ട് കൊണ്ട് നിർത്തി ഒരു മന്ത്രിയാക്കി കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്ത കാണും അവർക്ക്. എന്നാൽ രാഹുലൊക്കെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അവരത് സമ്മതിക്കുകയില്ല. ചെറുതലമുറ മുഴുവൻ ഷാഫിക്ക് സൈഡാണ്. അതിൽ സതീശനും ചെന്നിത്തലയൊക്കെ ഒത്തിരി കാലമായിട്ട് നമുക്കറിയാവുന്നവരാണ്. അദ്ദേഹം കന്നി MP ആകുന്ന കാലത്തൊക്കെ ഞാൻ വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുള്ള ആളാണ്. അപ്പം ഇതിൽ ഈ പുള്ളിക്ക് ഉണ്ടായിരിക്കുന്ന വേവലാതിയായത്, ഇതിനകത്ത് വേറൊന്നുമില്ല കൊണ്ട് മാത്രമാണ് ഇവർ ഈ നായന്മാർ 3-4 പേര് അവനൊരു നായർ പയ്യനായിട്ടും അവനെതിരായിട്ട് വരുന്നത്. കാരണം വേറെ ആരും ഇത്രയും അഗ്രസീവായിട്ട് വന്നുമില്ല, അവർക്കൊരു ചാൻസ് കിട്ടിയുമില്ല. ആ ചാൻസ് ഉണ്ടാക്കിയതൊക്കെ താങ്കൾ പലപ്പോഴും പറയുന്ന ഒരു സതീശൻ തന്നെയാണ്, അതിലൊന്നും സംശയമില്ല.
അത് ഇതിൻ്റെ പുറകിലത് വലിയൊരു കളി. ഷാഫിയെ തകർക്കണം, ഷാഫിയെ ഇല്ലാതാക്കണം. നേരിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ചവിട്ട് കിട്ടും മുസ്ലിം ലീഗിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും. അതാണ് അതിൻ്റെ. അത് നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ ഒന്ന് ശരിക്കും നോക്കിയാൽ മനസ്സിലാകും. ക്രിസ്ത്യാനികളിൽ കത്തോലിക്കന്മാരൊഴിച്ച് അതിനും വലിയൊരു കൂട്ടം കാത്തലിക്സും ഷാഫിയെ സപ്പോർട്ട് ചെയ്യും. PC ജോർജിനെ പോലെയുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്തില്ലെന്നിരിക്കും, അത്രയേ ഉള്ളൂ. സഖാവെ, ജനങ്ങളെ വിഷയോ പെണ്ണ് കേസല്ല. സഖാവ് പറഞ്ഞില്ലേ അടിപൊളി ഭരണമാണ് കേരളത്തിൽ നിന്ന്. എന്നാൽ ജനങ്ങളെ വിഷയം എന്നറിയോ? നിത്യോപയോഗ സാധനങ്ങൾ വില നിങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതാണ് ജനങ്ങളെ വിഷയം. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ചെലവ് മാഷന്മാരെ മേത്ത് വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ ദുരിതത്തിലാക്കിയതാണ് വിഷയം. പാചക തൊഴിലാളികൾ ശമ്പളം മുടങ്ങിയിട്ട് 10 മാസമായി സഖാവെ, അറിയോ നിങ്ങൾക്ക്? തൊഴിലുറപ്പ് തൊഴിലാളികൾ ദിവസ വേതനം മുടങ്ങിയിട്ട് കാലത്തിലെന്നറിയോ സഖാവിന്? അറിയോ? ഈ കടകൾക്കൊക്കെ ഉള്ള ലൈസൻസിന്റെ ഫീസ് കുത്തനെ കൂട്ടിയതാ നിങ്ങൾ, അറിയോ? നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ദുരിതാശ്വാസ ഫണ്ടുകൾ നിങ്ങൾ എത്ര ദുരുപയോഗം ചെയ്തു പറയാൻ പറ്റും നിങ്ങൾക്ക്? സാമ്പത്തിക ഞെരുക്കം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നും മുഖ്യമന്ത്രിക്ക് 1,10,00,000 രൂപ വണ്ടി വാങ്ങാന്നാ പറഞ്ഞത്, 3ാമത്തെ വണ്ടി അല്ലേ? PMമാർക്കും മറ്റുമുള്ള സാമ്പത്തിക ആനുകൂല്യം എന്ന് പറഞ്ഞ് പണം വാരിക്കോരി നിങ്ങൾ ചെലവാക്കിയില്ലേ? നിങ്ങളെ CPMന്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് എത്ര ഉറുപ്പ്യ നിങ്ങൾ ഖജനാവിൽ ചെലവാക്കി? ആശാവർക്കന്മാരെ സമരം നിങ്ങൾ കണ്ടില്ലാന്ന് അടിച്ചില്ലേ? ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡയലോഗ് അടിച്ചിട്ട് കേരളം മുഴുവനും നിങ്ങൾ കള്ള് ഷാപ്പ് കൊണ്ട് നിറച്ചില്ലേ? ഇല്ലേ? പിതാവും മാതാവും മരണപ്പെട്ട കുട്ടികൾക്കുള്ള സ്നേഹപുരം പദ്ധതി നിലച്ചിട്ട് 1 വർഷത്തിലേറായി സഖാവേ. ക്യാൻസർ രോഗികളുടെ പെൻഷൻ നിലച്ചിട്ട് എത്ര മാസമായി സഖാവേ? കിടപ്പ് രോഗികൾക്കുള്ള ആശാകിരണം പദ്ധതി നിലച്ചിട്ട് എത്ര വർഷമായി? 2 വർഷത്തിലേറായി സഖാവേ. കേട്ട് കഴിവില്ലാത്ത കുട്ടികൾക്ക് ഇത് കേൾവില്ലാത്ത കുട്ടികൾക്ക് ശ്രുതിതരംഗം പദ്ധതി നിലച്ചിട്ട് 2 വർഷമായി സഖാവേ. ഡയാലിസിസ് രോഗികൾക്കുള്ള പെൻഷൻ നിലച്ചിട്ട് 2 വർഷമായി സഖാവേ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് എത്ര കാലമായി സഖാവേ? സർക്കാർ ജീവനക്കാരുടെ DA സറണ്ടർ നിലച്ചിട്ട് 3 വർഷം കഴിഞ്ഞ് സഖാവേ. വീടിന്റെ ഒക്കെ നികുതി നിങ്ങൾ കുത്തനെ കൂട്ടിയില്ല സഖാവേ. വീട് വെക്കാനുള്ള പെർമിറ്റ് നിങ്ങൾ 20 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചില്ലേ? കറണ്ട് ചാർജ് നിങ്ങൾ 5 പ്രാവശ്യം കുത്തനെ കൂട്ടിയില്ലേ? വലിയ ഡയലോഗ് അടിച്ചിട്ട് പ്രീ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, അത് വാഗ്ദാനമായിട്ട് മാറിയില്ല സഖാവേ. പെട്രോളിന്റെ വില നിങ്ങൾ വർദ്ധിപ്പിച്ചില്ല സഖാവേ. ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മുച്ചൂട് മുടിച്ച നിങ്ങൾക്ക് ഇപ്പം വിഷയം പെണ്ണ് വിഷയമാണെങ്കിൽ അതിന് മൈൻഡ് ചെയ്യാൻ, അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് മനസ്സില്ല സഖാവേ. കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള ഈ ഗതികെട്ട ഭരണമുണ്ടല്ലോ, ഈ ശബരിമലയിലെ സ്വർണം പോലും അടിച്ചു മാറ്റി കേരളത്തിൽ കേട്ടുകളിവില്ലാത്ത നിങ്ങൾ പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം അത്ഭുതമാണ് എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനമല്ല അത്ഭുതം. ഇവിടെ ഒരുപാട് പീഡനക്കേസിലെ പ്രതികളുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. SIT അന്വേഷണം നടത്തിയിട്ട് കുറ്റപത്രം കൊടുത്ത പീഡന വിവരം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒന്നല്ല, ഡസൻ കണക്കിന് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതല്ല അത്ഭുതം. അത്ഭുതം ഇതാണ്, സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രവും വിളിച്ചിട്ട് ശബരിമല കയറിപ്പോയ 100 കോടിക്കണക്കിന് സ്വാമിമാർ അവിടെ സമർപ്പിച്ചിട്ടുള്ള പൊന്ന് അടിച്ചു മാറ്റി കാട്ടു തിന്നതാണ് സഖാബെ ലോകാത്ഭുതം. അതിനെക്കാട്ടും വലിയ അത്ഭുതം വേറൊന്നുമില്ല. ആ കാട്ടുകള്ളന്മാരെ മേൽ ചെരുവിലടക്കാൻ കഴിയാത്ത നിങ്ങൾ, അവർക്കെതിരെ നടപടി എടുക്കാൻ കഴിയാത്ത നിങ്ങൾ, ഇപ്പൊ ഞങ്ങൾക്ക് മാന്യതന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരികയാണോ? നിങ്ങൾക്ക് പെണ്ണ് കേസ് വേണമല്ലേ? തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പെണ്ണ് കേസ് വേണമല്ലേ? ഇപ്പൊ കോൺഗ്രസ് കിട്ടിയ പരാതി DGPക്ക് കൊടുത്തു. എന്നാൽ നിങ്ങൾക്ക് എത്ര പരാതി തന്നു സഖാവേ? നിങ്ങളെ വനിതാ പ്രവർത്തകന്മാർ ഏതെങ്കിലും ഒന്ന് DGPക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഒരു പോലീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്താ ചെയ്തത്? തീവ്രത നടക്കാൻ കമ്മീഷനെ അടിച്ചു വിട്ട്, ഇനി അതൊക്കെ പോട്ടെ, ഏതെങ്കിലും നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ നേതാവിന് 6 മാസം പോലും മാറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ പീഡനം നടത്തിയ നേതാവിന് നിങ്ങളെ കൊടുത്തുനിന്ന് ഇല്ലല്ലോ. അത് നിങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഗതികെട്ട് പോയ ഒരു ജനത എങ്ങനെങ്കിലും തെരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവരെ വിഡ്ഢികളാക്കാൻ വേണ്ടി പെണ്ണ് കേസ് കൊണ്ടുവന്നതാ നിങ്ങൾ. നടക്കേല സഖാവേ. എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇത്ര ഗതികെട്ട ഒരു ഭരണം കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയാൻ പോലും നാണക്കേടാണ് നിങ്ങളെ കൂട്ടത്തിൽ സഖാക്കന്മാർക്ക്. അപ്പൊ അങ്ങനെ മാങ്കൂട്ടത്തിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പം മാങ്കൂട്ടത്തിന് ന്യായമായിട്ട് പറയുന്ന ഫസ്റ്റ് ആള് സുനില. കാര്യം ഇത്രയും കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി ഒരു പാർട്ടിക്കാരനും ഇല്ല, കോൺഗ്രസ്സുകാരനും ഇല്ല, സ്വന്തക്കാരനും ഇല്ല, ആരുമില്ല. സുനിലാണ് ഇതിനു വേണ്ടി മുഴുവനായിട്ടും പോരാടുന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ചുണ്ണിത്താൻ അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അതായത് ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല, അസംബ്ലി വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു കൊടുത്തു, കേസ് എടുക്കാൻ പറഞ്ഞു. അത് സ്പഷ്ടമായിട്ടില്ലേ പറയുന്നത്? അവന് പിന്നെ അവിടെ പാൽക്കെട്ട് പോരുമെന്ന് പറഞ്ഞു പോയി, ഞങ്ങൾ പറഞ്ഞതിന് അപ്പുറത്ത് പോയി, അതുകൊണ്ട് കൊടുത്തു. അപ്പം സ്പഷ്ടമല്ലേ ഇത്? ഈ ചുണ്ണിത്താൻ പിന്നെ മഞ്ചേശ്വരത്ത് പോയപ്പം അയക്ക് ഭാര്യയുണ്ട്, മക്കളുമുണ്ട്. അന്നേരം അയാൾ അവിടെ ഇത് വെച്ച് മെഴുക് വെച്ച് സീൽ വെച്ചാ പോയത്. എടാ, ഇപ്പം കല്യാണം കഴിക്കാത്തൊരു പയ്യൻ അങ്ങനെ എന്താ പോകുന്നത്? ഇവരെന്ത് ഈ തോക്കെന്തിനാ കൊടുത്തിരിക്കുന്നത്? അത് വല്ലപ്പോഴും എടുത്ത് വെടിവെച്ചില്ലെങ്കിൽ തുരുമ്പ് പിടിക്കത്തില്ലയോ?
ഇവ ഇവൻ്റെയൊക്കെ ഇവൻ്റെയൊക്കെ ഈ സെൽഫിഷ്നസ്. അപ്പം അവന് പെണ്ണുമ്പോഴും ഉണ്ട് മക്കളും ഉണ്ട്, അവന് കള്ളവടി വെക്കണം. ഇപ്പം കള്ളവടിയല്ലല്ലോ വെച്ചതുള്ള നേരിട്ടുള്ള വെടിയില്ലേ. അത് തന്നെയല്ല അവനെയൊക്കെ മനുഷ്യൻ പിന്നെ എല്ലാവരും ലോകം മുഴുവൻ കാണിച്ചില്ലേ നാണവും മാനമില്ലാത്ത തീട്ടങ്ങൾ. ഇവൻ അങ്ങനൊന്നും ഇല്ലല്ലോ. ഇവൻ ഒളിവായിട്ട് എവിടെങ്കിലും അവൻ്റെ റൂമിലോ ഗുണവും ചെയ്യും. അത് മനുഷ്യനില്ലേ. അതിപ്പം വലിയൊരു കാര്യമാണോ? അപ്പം ഈ കേസ് കോർട്ടിൽ പോയാൽ നിൽക്കത്തില്ല. എങ്ങനെങ്കിലും ഒരു 3-4 ദിവസം ഒളിവിലിരിക്കണം. ഒളിവിൽ എന്നുള്ളതല്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ കാര്യം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൈ നോക്കണം. കാര്യം ഇവന്മാരൊന്നും ശരിയല്ല. ഈ പറയുന്ന ഇവന്മാരെല്ലാം ഈ തെറ്റുകളും ഇതും ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ ചുണ്ണിത്താനായാലും കിങ്ങിണിക്കുട്ടനായാലും, കിങ്ങിണിക്കുട്ടൻ്റെ പെങ്ങളെ ഒന്ന് നേരം നിർത്തിട്ട്, പെങ്ങൾ BJP പോയില്ല പറഞ്ഞു നിർത്തിട്ട്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വാചപടിക്കുക. ഇവനൊക്കെ കോൺഗ്രസിനെ നശിപ്പിച്ച് നാറാണക്കെല്ലാക്കി നശിപ്പിച്ച് കളയും. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ പിന്നെ കള്ളത്തരത്തിന് ഇതിന് ഇവന്മാർ കൂട്ടി നിൽക്കുക. എനിക്ക് തോന്നുന്നു ഇവന്മാർ ഈ സ്വർണം വിറ്റത് ഇവന്മാർക്ക് കൊടുത്ത് കാണും, പങ്കിട്ട് കാണും. അല്ലെങ്കിൽ ഇവന്മാരും ഒന്നും മിണ്ടാത്തത് എന്താ? ഇതുവരെയും ഈ കിങ്ങിണിക്കുട്ടനോ അല്ലെങ്കിൽ ഈ പിന്നെ കേക്കച്ചനോ ആരെങ്കിലും എവിടെങ്കിലും ഒളിഞ്ഞിരുന്ന എവിടെന്നെങ്കിലും തമാശ പറയുന്ന പോലെ നമ്മൾ സംസാരിക്കുന്ന പോലെ കോൺവെർസേഷൻ ചെയ്യുന്നുള്ളതല്ലാതെ ഇതിനെതിരായിട്ട് എവിടെങ്കിലും ഒരു നല്ല സ്റ്റേജിൽ കയറി ഈ കൊള്ളയ്ക്ക് എന്തായിട്ട് പറയുന്നുണ്ടോ? പറയത്തില്ല. കാര്യം ഈ കൊള്ള ഇവന്മാർക്കും കിട്ടിയെന്നുള്ളതാണ് ഇതിൻ്റെ. നമുക്കൊരു ബോധ്യമുണ്ട് ഇവന്മാർക്കും കിട്ടി. അല്ലെങ്കിൽ ഓപ്പോസിഷൻ ആയിരിക്കുന്നവൻ ഈ പിന്നെ ഇതിനെ ഇലക്ഷനെ അഭിമുഖിക്കാൻ പോകുമ്പോൾ ഉണ്ടായിരിക്കുമോ? അപ്പോൾ അവന്മാർക്ക് പണം കിട്ടിയെന്നുള്ളത് നമുക്ക് സ്പഷ്ടമാണ്. അതാണ് ഈ കോൺഗ്രസ്സുകാരന്മാരും ഉണ്ട്. അത് ഈ പിള്ളേരെ കുരങ്ങനെ തള്ളക്കുരങ്ങനെ ഇതിനകത്ത് ചൂട് ശർക്കരയ്ക്കകത്തിട്ട് കൊച്ചു കുരങ്ങിനകത്ത് ചൂട് ശർക്കരയ്ക്കകത്ത് കൈയിട്ട് തള്ളക്കുരങ്ങ് നക്കെന്ന് പറഞ്ഞ പോലെ ഇവന്മാർ ഇവിടെ ഇരുന്ന് വല്ലവൻ്റെയും പണവും അടിച്ച് കൊള്ളയടിച്ചിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരായ പിള്ളേരെ നാട് നിങ്ങളെ വളർത്തി അടിയും കൊള്ളിച്ച് കഴിഞ്ഞ് അവനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവനെ പറഞ്ഞു വിടുക എന്നല്ല. ഇവനൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണോ? ഇവനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവൻ്റെയൊക്കെ വീട്ടിലെ അവൻ്റെ പെണ്ണുമ്പോണാരും എല്ലാം ശരിയാണോ എന്ന് ഇവനങ്ങ് നടത്തി സീൽ വെച്ചിരിക്കുകയാണ്. ഇവനെ കൊണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ച സീൽ വിട്ടിട്ടുണ്ടെന്ന് നോക്കുന്നുണ്ട്. ആദ്യം ഇവനൊക്കെ പോയി അവനെ നോക്കില്ലേ. ഇവന്മാർക്ക് എന്താ സംശയം? ഇപ്പം രാഹുൽ മാന്ത്രത്തിലും ചെയ്തെന്ന് പറയുന്ന ഈ വീരന്മാരെല്ലാം ഉണ്ടല്ലോ, ഇപ്പോൾ പത്രക്കാരൊക്കെ അവൻ്റെ പെങ്ങളെയും ആമണയാന്ന് അങ്ങനെ സംശയം വരുമ്പോൾ എല്ലാവരും വരാമല്ലോ. ഇവരെ തന്നെ ആണെന്നുണ്ടല്ലോ. അവന്മാർക്കും ഇല്ലേ പെങ്ങന്മാരും ഭാര്യമാരും അമ്മമാരും ഒക്കെ. അപ്പോൾ അവർക്ക് ഇങ്ങനെ പോകത്തില്ലെന്ന് എങ്ങനെ അറിയാം? അവരെ രാഹുൽ ചെയ്തെന്നാൽ എനിക്ക് ബോധ്യം, എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടല്ലോ. ഏതായാലും നല്ല വിധമായിട്ട് കഴിഞ്ഞിട്ട് നല്ല വക്കീലാണ് പുള്ളി, കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമുക്ക് 2-3 ദിവസം കൂടെ നോക്കിയിരിക്കാം. ഓക്കെ, താങ്ക് യു. റജിയ UK ഇപ്പൊ ഫേസ്ബുക്ക് ഒന്നും തുറക്കാൻ വയ്യില്ല. ഭയങ്കര VD സതീശന് വേണ്ടിയിട്ടൊരു PR വർക്ക് ടീം തന്നെ ഉണ്ടല്ലോ. എന്നാ സിറ്റി വാസുദേവനായ ഒരു കിൻഡൽ എപ്പോൾ തുറന്നാലും ഇവന്റെ VD സതീശന് പരസ്യം കയറി വരിക. ഇത് ഇന്നലെ മുതൽ തുടങ്ങിയത്. ഈ ഇലക്ഷൻ കഴിഞ്ഞ അന്ന് മുതലാണ് VD സതീശൻ മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തോ ഒരു VD സതീശനെ കുറിച്ച് അങ്ങ് പുകഴ്ത്തി അങ്ങ് പറയുകയാണ് അങ്ങോട്ട്. പറയിപ്പിക്കുന്നതാ ഏതോ ഏജൻസിയാ. എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നാണോ അറിയില്ല, എല്ലാ ജില്ല എങ്ങില്ല, സോറി, എല്ലാ സിറ്റിയിൽ നിന്നും അല്ല, ഏതോ ആരെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. PR വർക്കാ, നല്ല PR വർക്കാ ചെയ്യിക്കുന്നത്. സാറേ, ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുകയാണ് സാറേ. ഇപ്പം വളരെ ഒരു ആശ്വാസമായിട്ട് രാഹുൽ തിരിച്ചു വരുമെന്നുള്ള വാർത്ത ഇടയ്ക്കിടയ്ക്ക് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഉണ്ട്. എങ്ങനെയാലും വരുന്ന ഇനി അടുത്ത പെണ്ണ് കേസ് അവനെ കൊടുക്കുവോ? ഇനി പോക്സോ കേസ് മാത്രമേ ഉള്ളൂ. അതിനുള്ള പണി അണിയറയെ തയ്യാറായിക്കൊണ്ടിരിക്കുക. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും കൊണ്ടുവരും. അതാണ് ഇവരോട് തലയ്ക്ക് ഒന്നും പറയാൻ മേല. ഒരടുത്ത കേസ് ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് കാര്യ സാറേ. മുകളിൽ ഇരിക്കുന്ന തലവന്മാര് സമ്മതിക്കണ്ടേ ഇവനെയൊന്ന് കേറ്റാൻ സമ്മതിക്കണ്ടേ? അവര് പറയാതെ ചാനലുകാരോ അവരോടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവര് പറയണം, ഞങ്ങള് ധൈര്യമായിട്ട് പറയണം. കാര്യം സുധാകരൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് വില പോകുന്നില്ലല്ലോ. അല്ല, ഇത്തവണ ജനങ്ങളെ തെറ്റിദ്ധരിച്ചു. ഇത് പിണറായിയുടെ കളിയാണെന്നോർത്ത് ഇടതുപക്ഷത്തെ തോപ്പിച്ചു. ഇനിയും വരുന്ന തവണയെ ജനങ്ങൾ തിരിച്ചറിയത്തുള്ളൂ ഇതിന്റെ പിന്നിൽ കേക്കച്ചനാണെന്ന്. അതെ, അവര് പറയണം. ഇവര് 4 പേരെ ഒന്നും മാറ്റി ഒന്നും വേണ്ട, കേക്കച്ചനെ എവിടെയെന്ന് തോപ്പിച്ചാൽ മതി, ഞാൻ കേറാതിരുന്നാ മതി, നമ്മ രക്ഷപ്പെടും. അയാളുടെ ബലത്തിലാണ് ഇവനെ ഈ കൊല്ലാക്കല കൊല്ലുന്നത്. അയാൾക്ക് പണവും സ്വാധീനവും വക്രബുദ്ധിയും കുരുട്ടുബുദ്ധി കള്ളത്തരവും ഒക്കെ ഉള്ളതുകൊണ്ട് അയാൾ ഇവരെ കൂടെ സ്വാധീനിച്ച് ഇവർക്കൂടെ കാശ് കൊടുത്ത് ഇവരെ തലക്കടിച്ചിരുത്തിയിരിക്കുക. ചെന്നിത്തലയും വേണുഗോപാലിനെയൊക്കെ.
അതുകൊണ്ട് സാറ് ചെയ്യേണ്ടത് ഇനി അടുത്ത പെണ്ണ് പ്രശ്നം വരാതിരിക്കാൻ ഇവന് എന്നാ ചെയ്യുന്നെന്ന് തലയ്ക്കകത്ത് വെരുപ്പ് വരുക. കൊച്ചിനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കളിയന്ത്ര കളിപ്പിക്കുന്നത് എങ്ങനെ എൻ്റെ സാറെ സഹിക്കും? എങ്ങനെ സഹിക്കും? ഞാൻ 24 മണിക്കൂറും സാറിന്റെ ചാനലാണ് വെക്കുന്നത്. ഞാനൊരു 4-5 സീരിയൽ കാണുന്നത് 1-2 മാസമായിട്ട് കാണുന്നേ ഇല്ല. അതാണ് ഈ ഫോണെ തന്നെ നോക്കി കണ്ണ് കഴിക്കുക ഫോണെ നോക്കിയിരുന്നു. മുരളീധരൻ APCC ഓഫീസിലുള്ള പെൺമക്കളെ കയറ്റിയ ഒരു സിനിമ നടി, ഞാൻ പേര് പറയുന്നില്ലേ, ആ പേര് ഞാൻ പറയുന്നില്ല, ഒരു സിനിമ നടിയായിട്ട് ഇവൻ ഗുരുവായൂർ ലോഡ്ജിൽ എത്തിയത് എല്ലാ പ്രൂഫുണ്ട്. ഈ പറഞ്ഞിട്ടുണ്ടല്ലോ KPCC പ്രസിഡന്റ് എന്തെല്ലാം നടന്നിട്ടുണ്ട്. അതേ രാജീവ് മോഹൻ ഉണ്ണിത്താനെ മഞ്ചേരിൽ എന്ത് നടന്നിട്ടുണ്ടെന്ന് അവനക്കറിയാലോ. ഇതെല്ലാം കാസർഗോഡിൽ ഞാൻ വൈറലാക്കൂ. ഈ ഉണ്ണിത്താൻ ഇനി കാസർഗോഡിൽ ജയിക്കൂലായ. അവൻ ജയിച്ചത് മുസ്ലിം വോട്ടിലാണ്, മുസ്ലിം ലീഗ് വോട്ടിലാണ്. അവിടെ കോൺഗ്രസിന് 50,000 വോട്ടില്ല ആ മണ്ഡലത്തിൽ. മണ്ഡലമല്ല, പാർലമെന്റ് നിയമത്തിൽ 50,000 വോട്ട് കോൺഗ്രസിന് ഇല്ല. അവിടെ മൊത്തം ജയിച്ചത് മുസ്ലിം ലീഗിലെ വോട്ടാണ്. ഇവൻ എന്താ പറയുന്നത്? അല്ലാഹ് ക കസം അബൂ ക കുസും. ഇത് മുസ്ലിമുകളെ അവന് എന്ത് ചെയ്തതാണ്? ഇൻസൾട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഈ ഉണ്ണിത്താൻ ഇനി വരട്ടെ കാസർഗോഡിൽ വോട്ട് ചെയ്യിക്കാൻ. ഉണ്ണിത്താൻ വരട്ടെ, നമ്മൾ നേരിടൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.